ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്ക് സഞ്ജു സാംസൺ ഒരു ഫിലിം ഹീറോ ആക്കാം. എന്നിട്ട് ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകനും ഒരു അടിപൊളി സ്ക്രിപ്റ്റും ഒരു അടിപൊളി മ്യൂസിക് ഡയറക്ടറൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു കിടിലം പടം എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഇപ്പോൾ സഞ്ജുവിൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹീറോയിക് ഇന്നിങ്സ് കളിച്ച് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരുന്നത് ജയിപ്പിച്ച് ഇന്ത്യനെ സെമിയിലേക്ക് കടത്തുക. ആ സെമിയിൽ വീണ്ടും സെയിം റിപ്പീറ്റേഷൻ, ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ആയിക്കൊണ്ട്. പക്ഷേ സഞ്ജു നല്ലൊരു കളിക്കാരൻ മാത്രമല്ല, സഞ്ജു നല്ലൊരു വ്യക്തിയാണ്. കാരണം ആ ഒരു മാൻ ഓഫ് ദി മാച്ച് കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് ഇത് ആക്ച്വലി ശരിക്കും അർഹതയുള്ളത് ബുംറയ്ക്കാണെന്ന് പറയണമെങ്കിൽ അതിന് വലിയൊരു മനസ്സ് തന്നെ വേണം. അതിലൊരു കാര്യമുണ്ട്. കാരണം ബുംറ എന്ന വ്യക്തിയെ പറ്റി, ഒരു കളിക്കാരനെ പറ്റി പറയാൻ വാക്കുകളില്ല, അല്ലേ? ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞ പോലെ അസാധ്യ ബൗളറാണ്. ഏതൊരു ഫോർമാറ്റിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏതൊരു ക്യാപ്റ്റനും സ്വന്തം ടീമിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബൗളറാണ് ബുംറ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ ബാറ്റിംഗ് പിച്ചിൽ, കാരണം ലാസ്റ്റ് മിനിറ്റ് വരെ 50-50 പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അമ്മാതിരി ചേസായിരുന്നു ഇംഗ്ലണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ബുംറയുടെ ലാസ്റ്റ് ഓവർ എത്രമാത്രം ക്രൂഷ്യലാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ ഓവർ എറിയാൻ ടാലൻറ്റ് മാത്രം പോരാ, അപാരമായിട്ടുള്ള ചങ്കൂറ്റം വേണം. കാരണം ചില ബോളുകളൊക്കെ ബുംറ തീരുമാനിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്ക 99% ബോളേഴ്സ് അത് എറിഞ്ഞു കഴിഞ്ഞാൽ ബോൾ ബൗണ്ടറിയുടെ പുറത്ത് കിടക്കും. എനിവേ, ബുംറ അതുതന്നെ എല്ലാ തരത്തിലും ഒരു മാൻ ഓഫ് ദി മാച്ച് ആവാൻ അർഹനായിട്ടുള്ള ആളാണ് ബുംറ. അതുപോലെ തന്നെ എല്ലാവരും ബോളേഴ്സ് എല്ലാവരും പരമാവധി ശ്രമിച്ചു. അതിൽ ഹർദിക് പാണ്ഡ്യനെ ഞാൻ എടുത്തു പറയും. കാരണം ഹർദിക് പാണ്ഡ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഒരുപാട് കാലം ആറ്റിറ്റ്യൂഡിൻ്റെ പേരിൽ സ്വന്തം കാണികൾ വരെ കൂകി വിളിച്ച് വിട്ടിട്ടുള്ളതാണ് മുംബൈ ഇന്ത്യൻസിന്. അപ്പോഴും എനിക്കെന്തോ ഹർദിക് പാണ്ഡ്യയിൽ എന്തോ ഒരു കാര്യം ഇഷ്ടമായിരുന്നു. ഞാനെപ്പോഴും അയാൾ എന്തോ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് അയാൾ തെളിയിച്ചു. കാരണം അതേ കാണികൾ അതേ ഗ്രൗണ്ടിൽ എണീറ്റ് നിന്ന് കൈയടിച്ചു പിന്നീട് അയാളിനെ. അപ്പോൾ ഹർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ ഒരു മാസ് തന്നെയാണ്. അതുപോലെ തന്നെ വലിയ ഗെയിമുകൾ വരുമ്പോൾ ഇതുപോലുള്ള ആറ്റിറ്റ്യൂഡുള്ള, ക്യാരക്ടറുള്ള പ്ലെയേഴ്സ് ബുംറയെ പോലെ, പാണ്ഡ്യയെ പോലെ, ഇനി നമ്മുടെ സഞ്ജുവിനെ പോലെയുള്ളവരൊക്കെ വളരെ നിർണായകമാണ്. അപ്പോൾ സഞ്ജു ഇനി ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിലും ഇന്ത്യക്ക് വേണ്ടി പറ്റുമെങ്കിൽ ഒരു സെഞ്ചുറി അടിച്ച് തന്നെ ഇന്ത്യനെ ജയിപ്പിക്കും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. എന്തായാലും സഞ്ജു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യൻ ടീം വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അടിപൊളി കളി കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു വേൾഡ് കപ്പ് കൂടെ നമുക്ക് നേടിത്തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.